ഈ ബസ് KSRTC ബസ് ഇങ്ങനെ അലങ്കരിച്ചതും ഈ യാത്രക്കാരെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നതും ഒരാളുടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പെരുമാറ്റം കൊണ്ടും ജോലി ചെയ്യുന്ന മേഖലയോടുള്ള ആത്മാർത്ഥത കൊണ്ടും ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ടും കൊച്ചിയുടെ സ്വന്തം KSRTCയുടെ സ്വന്തം ജനകീയനായ ഡ്രൈവർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തെ കാണാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് 17 വർഷത്തെ സർവീസിന് ശേഷം അദ്ദേഹം വിരമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ ദിവസവും യാത്ര ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ ഫെലോ പാസഞ്ചേഴ്സ് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയ സ്വീകരണമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ആ വ്യക്തിത്വത്തെ KJ ഷാജി എന്ന മനുഷ്യനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ആറര തൃപ്പൂണിത്തുറയിൽ 8 വർഷമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ഷാജി ചേട്ടൻ്റെ ഈ 20 മാസമായിട്ടാണ് ഈ ആലുവ ഡിപ്പോയിൽ ഉള്ളത്. യാത്രക്കാരും ഷാജി ചേട്ടനായിട്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് പെരുമാറാറ്. എല്ലാ സുഖദുഃഖങ്ങളും ഞങ്ങൾ ഒരു അരമണിക്കൂർ സമയമാണ് ഉള്ളതെങ്കിൽ അത് ഒരു കുടുംബത്തിൽ കഴിയുന്നത് പോലെയാണ് ഞങ്ങൾ കഴിഞ്ഞു വന്നത്. ഇനി ഒരുപാട് മിസ് ചെയ്യും. അദ്ദേഹത്തെ ഈ ജനകീയനായ ഡ്രൈവർ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് തോന്നിയിട്ടുള്ളത്? നല്ല പെരുമാറ്റവും യാത്രക്കാരുള്ള നല്ല പെരുമാറ്റവും അതുകൊണ്ടായിരിക്കാം. യാത്രക്കാരുടെ ക്ഷേമമൊക്കെ ഇപ്പോൾ ഇതുപോലെ ഷാജി അങ്കിളിനെ പോലെയൊക്കെ നോക്കിയെടുത്താന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണല്ലോ ഡ്രൈവേഴ്സിനെ സംബന്ധിച്ച്. നമ്മുടെ സ്ഥിരമായി ഒരു യാത്രക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം ഒരു അൺഷോപ്പിൽ നിന്ന് കൈ കാണിച്ചാലും പെട്ടെന്ന് കയറ്റി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മൾ സ്ഥിരം വരുന്നത് മാത്രമല്ല, രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് വരുന്നവരെയും അത് രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് വരുന്നവരും ഏറ്റവും കൂടുതൽ അത്യാവശ്യമായി യാത്ര ചെയ്യുന്നവരാണ്. അവരെ മുൻഗണന കൊടുത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്ത് അവരെ കയറ്റുക. അത് ഇടയ്ക്ക് സമയത്ത് വണ്ടികൾ ശരി കാണും, ചിലപ്പോൾ ഒരു വണ്ടി നിർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. രാവിലെയും രാത്രിയും അത്യാവശ്യം ആര് കൈ കാണിച്ചാലും സ്റ്റോപ്പില്ലേലും നിർത്തിക്കൊണ്ടുപോയി എന്നാണ് എൻ്റെ കൂടെ വിടുന്ന ഡ്രൈവർ ഞാൻ പറയാറുള്ളത്. ഇതുപോലത്തെ ഒരു KSRTC സ്റ്റാഫ് എൻ്റെ ജീവിതത്തിലാണ്. അതിലുപരി 4 വർഷത്തെ ഞങ്ങൾ പൂത്തോട്ട ഏലൂർ KSRTC 7:30 ഞാനിപ്പോൾ അതിൽ യാത്ര ചെയ്യാറില്ല. എന്നാലും ഷാജിനെ മറക്കാൻ പറ്റത്തില്ല. അതുമാതിരി ഒരു എന്താ പറയുക, റോൾ മോഡൽ പേഴ്സണാലിറ്റി എല്ലാ അർത്ഥത്തിലും. ട്രാൻസ്പോർട്ടിൽ മാത്രമല്ല, അതല്ലാതെ ഇദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയില്ലാഞ്ഞിട്ട് ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരില്ല. പക്ഷേ ഇപ്പോൾ ഷെഡ്യൂൾ ടൈമാണ്, അതുകൊണ്ട് കൂടുതൽ ധരിപ്പിക്കുന്നില്ല. ആളുടെ ബെസ്റ്റ് ഷാജി, കുടുംബത്തിന് എല്ലാവരും. അപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ഷാജി ചേട്ടനോട് തന്നെ ചോദിക്കുക അദ്ദേഹത്തിൻ്റെ സർവീസിനെ പറ്റി, ഇനിയുള്ള ഭാവി കാര്യങ്ങളെപ്പറ്റി, അദ്ദേഹത്തെപ്പറ്റി ഇവിടെ കൂടിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ, ഇത്രയും കാലം അദ്ദേഹത്തിൻ്റെ ബസ്സിൽ യാത്ര ചെയ്തവരെല്ലാം അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് നമ്മൾ കേട്ടു. ഇനി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവാം. അത് ചോദിച്ചാൽ എത്ര വർഷത്തെ സർവീസാണ് ചേട്ടൻ ടോട്ടലുള്ളത്? എനിക്ക് 17 വർഷമാണ്. 17 വർഷം ഈ ഒരു ആലുവ തൃപ്പൂണിത്തുറയിൽ. ഞാൻ ജോയിൻ ചെയ്യുന്നത് തിരുവനന്തപുരം പേരൂർക്കടയിലാണ്. അവിടെ 6 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചേർത്തല വന്നു, അവിടെ 4 വർഷം ഉണ്ടായിരുന്നു. പിന്നെ 5 വർഷം എറണാകുളത്തുണ്ടായിരുന്നു. 2 വർഷം ആലുവയിൽ ലാസ്റ്റ്. അപ്പോൾ ഈ ഒരു 2 വർഷത്തെ കാലയളവിൽ ഇത്രയും വലിയൊരു ഇത്രയും ഒരു സുഹൃത്ത് വലയത്തെ തൻ്റെ പെരുമാറ്റം കൊണ്ട് നേടിയ വ്യക്തിയാണ് ഈ നിൽക്കുന്നത്. ഇപ്പോൾ KSRTC എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഒരു വാഹന മാർഗ്ഗമാണല്ലോ. അപ്പോൾ KSRTCയിലെ ബാക്കിയുള്ള ഡ്രൈവേഴ്സിനോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലേ. നമ്മൾ വളരെ വീട്ടിൽ നിന്ന് പല പ്രഷറിലായിരിക്കും വരുന്നതായിരിക്കും. ചിലപ്പോൾ ശമ്പളം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായില്ല, ചിലപ്പോൾ DA കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഷെഡ്യൂൾ വണ്ടിയായിരിക്കും കിട്ടുന്നത്, പല പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. പക്ഷേ ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കരുതെന്നുള്ള, യാത്രക്കാരുടെ അടുത്ത് അത് കാണിക്കരുത് അല്ലേ. യാത്രക്കാരോട് നമ്മൾ സ്നേഹത്തിൽ പെരുമാറുക. പിന്നെ പ്രൈവറ്റ് ആണെങ്കിലും പൊതുവെ ഗതാഗതം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആണല്ലോ, പ്രൈവറ്റും ഉണ്ട് ട്രാൻസ്പോർട്ടും ഉണ്ട്. പക്ഷെ അവരും അവരുടെ സമയത്ത് ഓടുമ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിച്ച് അവരെ ഓവർകം ചെയ്ത് ഓവർടേക്ക് ചെയ്ത് അവർ കളക്ഷൻ കണ്ട ആവശ്യമില്ലല്ലോ. അവരും പൊതുഗതാഗതത്തിൻ്റെ ഭാഗമാണല്ലോ. അവരും കൂടെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. എല്ലാ രംഗത്തേക്കും നമുക്ക് KSRTC എത്താൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവരോട് നമ്മൾ സൗഹാർദ്ദമായിട്ട് പെരുമാറും. അതുകൊണ്ടാണ് പ്രൈവറ്റ് ഡ്രൈവർമാർ ഓണേഴ്സൊക്കെ വന്നതിന് എനിക്കിപ്പോൾ ആദരവ് ഇവിടെ തന്നത്. അത് ചിലപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം. KSRTC അങ്ങനെ ഉണ്ടാവും തോന്നിട്ടില്ല. പക്ഷേ അത് നമുക്ക് എടുത്ത് പറയത്തക്കാണ്. പിന്നെ കളക്ഷൻ കൂട്ടാൻ വേണ്ടി നമുക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ബോർഡും ഡെസ്റ്റിനേഷൻ ബോർഡിനൊക്കെ ശ്രദ്ധിക്കുക, അതൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മളുടെ മാനസിക പെരുമാറുക്കൊന്നും റോട്ടിലോ
യാത്രക്കാരിലോട് കാണിക്കരുത്. കാരണം അവർ ചിലപ്പോൾ മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടിയൊക്കെ ഓടി വരുന്നതായിരിക്കും, ചിലപ്പോൾ ട്രെയിൻ ലേറ്റായിട്ട് ഓടി വരുന്നതായിരിക്കും. അവർക്കൊന്നും നിർത്തി കൊടുത്ത് കയറ്റിയതുകൊണ്ടൊന്നും നമുക്കൊന്നും സംഭവിക്കാൻ പോകില്ല. ഒരാൾ അല്ലെങ്കിൽ പട്ടിവട്ടം ചാടിയപ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ടാറുണ്ട്. ഒരു ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ കൈ കാണിച്ചാൽ നമുക്ക് കയറ്റണതിൽ എന്താ കുഴപ്പം? അത് അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഇത്തരം സുഹൃത്ത് വിലയൊക്കെ ഉണ്ടായത് 2 വർഷം കൊണ്ട്. അതിക്കും ഉണ്ടായിരുന്ന ഒരു 3 വർഷം ഓടിയതാണ് മറ്റേ പൂത്തോട്ട. അവരും നമുക്ക് ആദരവൊക്കെ ഇതുവരെ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോർഡിനേറ്ററാണ് പ്രിൻസ് ചേട്ടൻ ഇപ്പോൾ നല്ല വാക്ക് പറഞ്ഞത്. പിന്നെ എൻ്റെ ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് രാജീവ് സാർ എന്നൊരു റിട്ടയർ ഇൻസ്പെക്ടറാണ് അവിടെ വെച്ചുണ്ടായിരുന്നത്. അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല. അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ വാട്സപ്പ് കൂട്ടായ്മയ്ക്കും ഇതിൻ്റെ കോർഡിനേറ്ററാണ് ഈ കൂട്ടായ്മയുടെ. അവരൊക്കെ മകം കഴിഞ്ഞ് ഇന്നലെ രാത്രി തൊട്ട് പരിശ്രമിക്കണം ഈ ഒരു വിജയത്തിനും. ഷാജി അങ്കിള് ബാക്കി ബസ് ഡ്രൈവർമാരെല്ലാവരും ഒരു മാതൃകയാക്കേണ്ട ആളാണ്. ഞങ്ങൾക്ക് സ്റ്റാൻഡിൽ എത്തിയില്ലെങ്കിലും കാണുന്നിടത്ത് വെച്ച് കയറാൻ അനുവാദം തരും. സാധാരണ അങ്ങനെ ആരും ചെയ്യാറില്ല. പിന്നെ എവിടെ കണ്ടാലും ഒരു ഹലോ പറയാതെ പോകില്ല. അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇനി ഒരു പുതിയ തൊഴിൽ മേഖല കണ്ടെത്തേണ്ടതുണ്ട്. അവിടെ ഇതേപോലെ ആവട്ടെ, വ്യത്യസ്തൻ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഷാജി സാർ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആശാനായിട്ട് വരും ഷാജി പാപ്പൻ. ഞങ്ങൾക്ക് ഈ പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ 10,000-ഓളം പേര് എന്താണ് ഫുഡ് വഴിയോരങ്ങളിലിരിക്കുന്ന ആൾക്കാർക്ക് ഫുഡ് കളക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ജൂഡ്സ് എന്ന് പറഞ്ഞാൽ കൊച്ചിയിലുള്ളതാണ്. പക്ഷേ അതിൻ്റെ നേതൃത്വത്തിൽ ഒരു 2 വർഷം വന്നപ്പോൾ തന്നെ അതിന് നല്ല രീതിയിൽ അവിടെ ഒരു ISO അംഗീകാരം വരെ ഞങ്ങൾക്ക് കിട്ടി. ഷാജി സാറുണ്ടായ സമയത്ത് നല്ലൊരു അംഗീകാരം കിട്ടിയെന്ന് വെച്ചാൽ അത് അതുപോലെ ഞങ്ങൾ എല്ലായിടത്തും കൊണ്ടു കൊടുക്കുന്നത്. അതിനുവേണ്ടിയൊക്കെ പ്രവർത്തിച്ച് ഷാജി സാറിൻ്റെ ഒരു ശിഷ്യൻ എന്നുള്ളതിൽ ഭയങ്കര അഭിമാനം എന്നാണ്. ഇനിയുള്ള ചേട്ടൻ്റെ ഭാവി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇനി റിട്ടയർമെൻറ്റിന് ശേഷം എന്താണ് ചേട്ടൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? കാരണം റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ വിശ്രമ ജീവിതം എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് 19 വർഷത്തിന് ശേഷമാണ് കുഞ്ഞുങ്ങളുണ്ടായത്. അവർക്ക് 10 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിശ്രമിച്ചിരുന്ന എൻ്റെ വിശ്രമ ജീവിതം എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുത്തിയിരുന്ന അവരുടെ കാര്യം അവതാളത്തിലാവും. അപ്പോൾ ഞാൻ തുടർന്ന് എനിക്ക് ഡ്രൈവിംഗ് ആണല്ലോ എനിക്കറിയാവുന്നത്. ആ മേഖലയിലേക്ക് എവിടെയെങ്കിലും ഞാൻ ജോലി ചെയ്യും. അല്ല, ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ 19 വർഷത്തും ദൈവാനുഗ്രഹത്തിന് ഒറ്റ പ്രസവത്തിന് 3 പേരെ കിട്ടിയതാണ്. ട്രിപ്പിൾസാണ്. അത് ശരി. അപ്പോൾ അവർ 10 വയസ്സായിട്ടുള്ളൂ. ഇനി അവരുടെ ഭാവി എൻ്റെ കയ്യിലാണല്ലോ, ഞങ്ങളുടെ കയ്യിലാണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇനി കരുന്നത് തുടങ്ങുകയും ചെയ്യും. മോളുടെ പേരെന്താ? മിക. മിഖ. മോൻ്റെ പേരെന്താ? വിശാഖ്. വിശാൽ. 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 ചേച്ചിയുടെ പേര്? ആശ. ആശ. ഈ ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ തന്നെ വീട്ടിലും ഇത്രയും സൗമ്യനായ ഒരു വ്യക്തിയാണ് ഷാജി ചേട്ടൻ. സൗമ്യനാണ്. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 29 കൊല്ലമായിട്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി പോണേന് ഇനി ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്നു. ഇത്രയും ആൾക്കാരുടെ ഒരു സ്നേഹം കാണുമ്പോൾ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ട്, അഭിമാനം തോന്നുന്നുണ്ട്. ഈ ഒരു 17 വർഷത്തെ സർവീസിന് ശേഷം ഷാജി അങ്കിൾ ഇവിടുന്ന് വിരമിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതൊരു എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ഷാജി അങ്കിളിൻ്റെ ഈ ഒരു ഫെയർവെൽ കൊടുത്തത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥത. ഇതുവരെ ഈ ഒരു 17 വർഷത്തെ സർവീസിനിടയിൽ ഇതുവരെ ഒരു അപകടങ്ങളും ഉണ്ടാക്കാതെ യാത്ര ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ അത്രയേറെ ശ്രദ്ധ കൊടുത്തിട്ടും അതുമാത്രമല്ല ജനങ്ങളുടെ ആ ഒരു അവരെ എങ്ങനെ സേഫായിട്ട് അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ളതുമായിരുന്നു ഷാജി അങ്കിളുടെ ഈ ഒരു ജോലിയിൽ അങ്കിൾ ചെയ്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ ഡ്രൈവേഴ്സിനും KSRTC മാത്രമല്ല നമ്മുടെ നോർമൽ ബസ് ഓടിക്കുന്ന പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർ ചേട്ടന്മാർക്കും ഈ ഒരു ഷാജി അങ്കിൾ എന്ന് പറയുന്ന ഒരു മാതൃകയാക്കണം. അപ്പോൾ ഇതേപോലെ കുറേ സർവീസുകൾ ഇവർക്ക് കിട്ടട്ടെ, ഇതേപോലെ കുറേ ഡ്രൈവേഴ്സ് നമുക്ക് ഉണ്ടാവട്ടെ, അങ്ങനെ നമുക്ക് ജനങ്ങളെ സേവിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. താങ്ക് യു.